മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കരാറുകളും പണമിടപാടും അന്വേഷിക്കണമെന്ന് നിയുക്ത MLA PK ഫിറോസ് 24-നോട് പറഞ്ഞു. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും PK ഫിറോസ് ആവശ്യപ്പെട്ടു. കലൂർ സ്റ്റേഡിയത്തെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയെന്നും UDF-ലെ നിയുക്ത യുവ MLA-മാരുമായി 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നടത്തിയ സംവാദത്തിൽ PK ഫിറോസ് പറഞ്ഞു. അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇടപാടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ പണമിടപാട് മാത്രമല്ല, കലൂർ സ്റ്റേഡിയം ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്, ഒരു കമ്പനിക്ക് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് എന്ന് പറഞ്ഞ് കൈമാറുന്നു. അവിടെ പിന്നീട് എന്താ സംഭവിച്ചത്? ഷവറാണ് പിന്നെ നമ്മൾ കണ്ടത്. മെസ്സി വരുമ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഷവർ എന്ന് ആളുകൾ ചോദിച്ചു. വലിയ ചോർച്ചയുണ്ടായി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിരുന്നൊരു സ്റ്റേഡിയത്തെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഒരു കമ്പനിക്ക് കരാറിന് കൊടുക്കുമ്പോൾ എന്തെല്ലാം ഫോർമാലിറ്റി ഉണ്ട് കേരളത്തിൽ? അങ്ങനെ എന്തെങ്കിലും പിന്നെ വിവാദമായപ്പോഴാണ് ഒരു കരാർ പോലും ഉണ്ടാക്കിയത്. അന്ന് കരാറുണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒരു നിയമസഭാ അംഗം എന്ന നിലക്ക് എനിക്ക് ഏതെങ്കിലും സമയത്ത് ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ തന്നെ ഈ വിഷയം തീർച്ചയായിട്ടും ഉന്നയിക്കും. ഒരു സംശയം വേണ്ട, കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മെസ്സി അറിഞ്ഞിട്ടില്ല ഇതൊന്നും നടന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത താനൂരിലെ നിയുക്ത MLA PK നവാസ് പറഞ്ഞു. കളിയെ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർക്കും യഥാർത്ഥത്തിൽ മെസ്സി പോലും അറിയാതെ മെസ്സിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു വഞ്ചനയാണ് ശരിക്കും ആ ജനറേഷനോട് ചെയ്യാൻ ശ്രമിച്ചത്. അത് യഥാർത്ഥത്തിൽ ചതിയായിരുന്നു. മെസ്സി വരുന്നില്ല എന്നുള്ളതല്ല, അതിന് പിറകിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട കേരളത്തിലെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഴുവൻ റദ്ദ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. കായിക മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ പോലും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെന്റ്സ് നടന്നിട്ടില്ല. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ, അത് റദ്ദ് ചെയ്യപ്പെടാൻ ഇങ്ങനെ ഒരു പിന്നെ ചർച്ച ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് റദ്ദ് ചെയ്യപ്പെടാൻ പറയുന്നത് കപടതയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തുറന്നു കാണിക്കാൻ ഒരവസരം ഉണ്ടായി. ഇനിയിപ്പോൾ മെസ്സി വന്നില്ലെന്ന് രണ്ടാമത്, മെസ്സി വന്നുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഫുട്ബോൾ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ ആക്ടിവിറ്റികൾക്ക് എന്തെങ്കിലും ഭയങ്കരമായ ബൂമിംഗ് ഉണ്ടാവുന്നുണ്ടാകും. കുട്ടികൾക്ക് ആവേശം ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഒരു ആവേശം ഉണ്ടാവും. പക്ഷേ അതിനനുസരിച്ച് അടിസ്ഥാനപരമായ സൗകര്യം എന്ത് നമ്മുടെ നാട്ടിലുണ്ട്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.